ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇംഗ്ലീഷിലെ ഗ്രാമറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് തന്നെ വോയിസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മെയിനായിട്ട് ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് ആക്കുന്ന പല രീതികൾ, ഓരോ ടെൻസിനനുസരിച്ച് അതെങ്ങനെ വ്യത്യാസമായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അതായത് 12 ടെൻസുകളുള്ളതിൽ അതിനകത്ത് എല്ലാത്തിൻ്റെയും വോയിസ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൻ്റെ എക്സാമ്പിൾസൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയും വോയിസിൽ ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാറ്റും, ഒരു കമാൻഡ് റിക്വസ്റ്റ് അല്ലെങ്കിൽ അഡ്വൈസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാറ്റും, പിന്നെ ചില പർട്ടിക്കുലർ കേസസും ഉണ്ട്. അതിൽ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. അതായത് ഇത് പാർട്ട് 5 ആണ് വോയിസിൻ്റെ. പാർട്ട് 3 വരെ നമ്മൾ ടെൻസുകളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളതിൻ്റെ വോയിസ് മാറ്റാം. ഈ വോയിസും പാർട്ട് ഓഫ് സ്പീച്ച് അല്ല, റിപ്പോർട്ടർ സ്പീച്ച് പലപ്പോഴും അങ്ങോട്ട് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് അതിൻ്റെ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. വോയിസിൽ നമ്മൾ ഒരിക്കലും അതിൻ്റെ ടെൻസ് മാറ്റുന്നില്ല, പക്ഷെ ടെൻസിൻ്റെ സ്ട്രക്ചർ മാറ്റുന്നുണ്ട്. എന്നാൽ റിപ്പോർട്ടർ സ്പീച്ചിൽ നമ്മൾ പ്രസൻറ്റ് ടെൻസി പറയുന്നത് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ മാറ്റും. അവിടെ മറ്റു വ്യത്യാസങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ വേർഡ്സിനും പല രീതിയിലുള്ള കോണ്ടെക്സ്റ്റിനനുസരിച്ചുള്ള മാറ്റങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഈ പ്രൊനൗൺസും ഒക്കെ അങ്ങനെയൊക്കെ മാറുന്നുണ്ട്. ഇവിടെയും മാറുന്നുണ്ട്, ചില മാറ്റങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഇനീഷ്യൽ തുടക്കത്തിലുള്ള വോയിസിൻ്റെ തുടക്കത്തിലുള്ള ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിക്ക് മുന്നത്തുള്ള ക്ലാസ്സുകൾ കാണാത്തവർ, പ്രത്യേകിച്ച് വോയിസിനെ കുറിച്ചാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കാണണം. നിങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ പഠിക്കുക, PSCക്കോ ഒക്കെ ഇങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുകയാണല്ലോ, അതൊരു 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആദ്യത്തെ വീഡിയോ തൊട്ട് കാണണം. കാരണം നമ്മളതിൻ്റെ ലിങ്ക് ഈ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ മലയാളത്തിലുള്ള ഈ പഠനം ത്തിൻ്റെ എല്ലാ വീഡിയോ ഉൾക്കൊള്ളിച്ചുകൊണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാൻ പറ്റും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം മുതലുള്ള നമ്മുടെ വീഡിയോകളൊക്കെ കാണാൻ പറ്റും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള രീതിയിലാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഗ്രാമർ, ടെൻസുകൾ, ഇഫ് ക്ലോസ് അതൊക്കെ വെച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മെയിനായിട്ട് വോയിസ് പഠിക്കണമെങ്കിൽ നമ്മൾ ടെൻസിൻ്റെ ഒരു സ്ട്രക്ചർ, ഓരോ ടെൻസും എങ്ങനെയാണ്, ഏതൊക്കെയാണ് അതിൻ്റെ ഒരു ഓക്സിലറി വെർബുകൾ വരിക, വെർബിൻ്റെ ഫോം ഏതായിരിക്കും, ഇതൊക്കെ നമ്മൾ അറിയണം. എങ്കിലേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ഏത് വോയിസിലാണ് കിടക്കണേ, ആ വോയിസ് എല്ലാ ക്വസ്റ്റ്യനിലും വോയിസിലേക്ക് മാറ്റുക അല്ലെങ്കിൽ ആക്റ്റീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞ് വരില്ല. അവർ ചിലപ്പോൾ ചേഞ്ച് ദ വോയിസ് എന്ന് മാത്രമേ വരുള്ളൂ. അപ്പോൾ അത് ആക്റ്റീവ് വോയിസിലാണോ പാസീവ് വോയിസിലാണോ കിടക്കണമെന്ന് ആദ്യം കാണണം. പിന്നെ അത് ഏത് ടെൻസിൻ്റെ ഫോമിലാണ് കിടക്കുന്നത് എന്ന് കാണണം. അത് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് രീതിയിലേക്ക് മാറാന്നൊക്കെ കാണണം. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ആദ്യം പോയി കാണണം. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ നമ്മൾ കുറച്ച് ഇൻട്രഗേറ്റീവ് സെൻറ്റൻസുകൾ എങ്ങനെ മാറ്റുന്നത് കാണാം. ഇത് നമ്മൾ പ്രീവിയസ് വോയിസിൻ്റെ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ള ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സെൻറ്റൻസ് ഏത് ടെൻസിൽ കിടക്കുന്നു എന്നുള്ളത് ആണ് മെയിനായിട്ട് നമ്മൾ അറിയേണ്ടത്. അങ്ങനെ നമ്മൾ ഏത് ടെൻസിൽ കിടക്കുന്നു എന്ന് അറിയണമെങ്കിൽ ഏറ്റവും ആദ്യം നോക്കുന്നത് എന്തായിരിക്കും, അതിൻ്റെ വെർബ് ഫോമാണ്. വെർബ് V3 ഫോമിലാണെങ്കിൽ അത് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഹാവ് പ്ലസ് വെർബ് ING എന്നുണ്ടെങ്കിൽ അത് എന്താ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെ തന്നെ ഈസ്, ഓം, ഈസ്, ആം, ആർ, ഈസ് ഓർ ആം ഓർ ആർ, ഇതിനകത്ത് ഏതെങ്കിലും വന്നൊരു ING ഫോം ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. ഇങ്ങനെ നമ്മൾ ഒരു ING ഫോം വന്നു കഴിഞ്ഞാൽ, വെർബിൻ്റെ ഒരു ING ഫോം വന്നു കഴിഞ്ഞാൽ എന്താണ്, അതൊരു ഇതിനകത്ത് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്സിലറി വെർബ് ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും, അതിൻ്റെ ടെൻസ് ഏതാണെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താനായിട്ട് പറ്റും, സ്പെസിഫിക് ടെൻസ് ഏതാണെന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെ ഓരോ ടെൻസിൻ്റെയും ഇത് പറയുന്നില്ല. എന്താ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്ററഗേറ്റീവ് ഇംപെരറ്റീവ് സെൻറ്റൻസസ്, ഈ സെൻറ്റൻസിനെ കുറിച്ചൊക്കെ പ്രീവിയസ് ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻറ്ററഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്വസ്റ്റ്യൻസ് ആണ്. ഇംപെരറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ അല്ല, അഡ്വൈസ്, കമാൻഡ് അങ്ങനത്തെയുള്ള സ്ട്രക്ചറിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇംപെരറ്റീവ് സെൻറ്റൻസിൽ കാണാം. നോക്കൂ, ഇവിടെ നമുക്ക് ഒരുപാട് ഇതുകൾ ഞാൻ തന്നിട്ടുണ്ട്, എക്സാമ്പിളുകൾ ഞാൻ തന്നിട്ടുണ്ട്. എല്ലാ ടെൻസിൻ്റെയും ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അതൊരു കോമൺ ഒരു രീതിയിൽ ആണ് നമ്മളിത് ചെയ്യുന്നുള്ളൂ. അതായത് സെൻറ്റൻസിൽ ക്വസ്റ്റ്യൻ്റെ
ടെൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നു. അതിനനുസരിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഓരോ ടെൻസിനും കറസ്പോണ്ടിങ് ആയിട്ട് പാസീവ് വോയിസിലേക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളത് പഠിച്ചിട്ടുണ്ടല്ലോ പ്രീവിയസ് ക്ലാസ്സിൽ. അതിനനുസരിച്ചിട്ട് അതിൻ്റെ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് അങ്ങ് മാറ്റാം. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത് കേട്ടോ. നോക്കൂ, 5 മിനിറ്റ് കഴിഞ്ഞു അല്ലേ, ഇതുവരെ ഞാൻ ക്ലാസ്സിലേക്ക് കിടന്നിട്ടില്ല. ഓക്കെ, ഫസ്റ്റത്തെ സെൻറ്റൻസ് നോക്കിയോ. വെൻ ഡിഡ് യുവർ ബ്രദർ വാച്ച് ദിസ് മൂവി. വെൻ ഡിഡ് യുവർ ബ്രദർ വാച്ച് ദിസ് മൂവി. നോക്കൂ, ഇവിടെ ഈ ടെൻസ് എന്ന് പറയുന്നത് വെർബ് കിടക്കുന്നത് വാച്ച്, ഒരു ബേസ് ഫോമിലാണ് കിടക്കുന്നത്. എന്നാൽ ഇവിടുത്തെ ഓക്സിലറി വെർബ് ഡിഡ് ആണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളണം, ഡിഡ് പ്ലസ് വെർബ് എവിടെയാണ് വരുന്നത്, V1 ഫോം വരുന്നത്, അല്ലെങ്കിൽ V2 ഫോം, പാസ്റ്റ് ടെൻസ് ഓഫ് ദി വെർബ് അല്ലെങ്കിൽ പാസ്റ്റ് ഫോം ഓഫ് ദി വെർബ് വരുന്നത് എവിടെയാണ്? അത് നമുക്ക് വരുന്നത് ഒരേ ഒരു സ്ഥലത്തുള്ളൂ. അതെവിടെയാണ്? അത് സിമ്പിൾ പാസ്റ്റിലാണ്. പിന്നെ ഡിഡ് ആണ് ഇവിടുത്തെ ഓക്സിലറി വെർബ്. നമ്മൾ എന്ത് ചെയ്യും കേട്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് മറ്റും. അതായത് ഇതിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ വേർഡ് അത് അങ്ങനെ തന്നെ ഇതാ. ഓക്കെ, എന്നിട്ട് ഈ ഡിഡിന് പകരം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് അതിൻ്റെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഏതാണ്? വാസ് ഓർ വെയർ ആണ്. അപ്പോൾ ഇവിടെ ദിസ് മൂവി എന്നുള്ളതാണല്ലോ ഇവിടുത്തെ ഒബ്ജക്റ്റ് അല്ലേ. യുവർ ബ്രദർ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാസീവ് വോയിസിലേക്ക് ആവുമ്പോൾ സെൻറ്റൻസിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്, ആക്റ്റീവ് വോയിസിൽ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത് പാസീവ് വോയിസിൻ്റെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്കും, അതായത് തുടക്കത്തിലേക്കും, ആക്റ്റീവ് വോയിസിൻ്റെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് പാസീവ് വോയിസിൻ്റെ ബൈക്ക് ശേഷം എന്ത് വരും, അതിൻ്റെ സ്ഥാനം സെൻറ്റൻസിൻ്റെ അവസാനമായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അറിയാലോ. അപ്പം എന്താ, വെൻ വാസ് എന്നുള്ള ഉപയോഗിച്ചു, ദിസ് മൂവി ഒബ്ജക്റ്റ് എടുത്തു, വാച്ചിൻ്റെ V3 ഫോം വാച്ച്ഡ് ബൈ യുവർ ബ്രദർ എന്നുള്ളതായിരിക്കും ഇതിൻ്റെ പാസീവ് വോയിസിൻ്റെ ഒരു സ്ട്രക്ചർ. മനസ്സിലായല്ലോ? ഞാനൊന്നുകൂടി പറയാം. എന്താണോ ക്വസ്റ്റ്യൻ വേർഡ്, എന്താണോ ഇതിൻ്റെ ക്വസ്റ്റ്യനെ സൂചിപ്പിക്കുന്ന ആ വാക്ക് WH വേർഡ് ആയിരിക്കും മിക്കതും, അതെടുക്കുക. അത് നമ്മൾ അങ്ങനെ തന്നെ എഴുതി. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഏത് വോയിസിലാണ്, ഇവിടെ ആക്റ്റീവ് വോയിസിലാണ്. അപ്പോൾ അത് ഏത് ടെൻസിലാണെന്ന് നോക്കുക. സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റിൻ്റെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, ഏത് ഓക്സിലറി വെർബ് ഉപയോഗിക്കുക? വാസ് ഓർ വെയർ ആണ്. അപ്പോൾ അതിനകത്ത് വാസ് ഉപയോഗിക്കണോ വേർ ഉപയോഗിക്കണോ? നോക്കൂ, ഇവിടുത്തെ ഒബ്ജക്റ്റ് ദിസ് മൂവി എന്നുള്ളതാണ്. അതൊരു സിംഗുലർ നൗൺ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? വാസ് ദിസ് മൂവി എന്ന് ഉപയോഗിക്കുക. അതിനുശേഷം വാച്ച്ഡ് ബൈ യുവർ. വാച്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വെർബിൻ്റെ V3 ഫോമാണ് എപ്പോഴും എന്തിൽ വരിക, പാസീവ് വോയിസിൽ വരിക. ബൈ ഉപയോഗിക്കുന്നു, നമ്മുടെ ഒബ്ജക്റ്റ് അതായത് ആക്റ്റീവ് വോയിസിൻ്റെ സബ്ജക്റ്റ് ഇവിടെ പാസീവ് വോയിസിൽ വരുമ്പോൾ എന്തുവാകും, അത് ഒബ്ജക്റ്റായിട്ട് മാറും. ആ സെൻറ്റൻസിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഫോം സ്ഥലത്തേക്ക് അതെത്തും. ഓക്കെ, അടുത്ത സെൻറ്റൻസ് നോക്കൂ. വെൻ വിൽ യു ഫിനിഷ് ദിസ് വർക്ക്. അപ്പോൾ ഇവിടെ വില്ല് വന്നിട്ടുണ്ട്, ഫിനിഷ് എന്ന് വന്നിട്ടുണ്ട്. വേറെ ING ഫോമോ V2 V3 ഫോമോ ഒന്നുമല്ല. അപ്പോൾ എന്തായിരിക്കും അത്? സിമ്പിൾ ഫ്യൂച്ചറിലുള്ള ഒരു സെൻറ്റൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ് അങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണ്. ക്വസ്റ്റ്യൻ വേർഡ് അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നു. അതിനുശേഷം നോക്കി, ഇത് ഒരു സാധാ സെൻറ്റൻസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉപയോഗിക്കും? യു വിൽ ഫിനിഷ് ദിസ് വർക്ക്. അങ്ങനെയല്ലേ, യു വിൽ ഫിനിഷ് ദിസ് വർക്ക് എന്നല്ല ഒരു സിമ്പിൾ സെൻറ്റൻസിൽ ഇത് വരിക. അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം? വെൻ വിൽ. അതായത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ അതിൻ്റെ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ വിൽ ഓർ ഷാൽ തന്നെയാണ് അതിൻ്റെ എന്ത് വരിക, ഓക്സിലറി വെർബ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മളിവിടെ വില്ല് തന്നെ ഉപയോഗിച്ചു. ദിസ് വർക്ക് എന്നുള്ളതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റ്. നേരെ നമ്മൾ ഫ്രണ്ടിലോട്ട് ഇട്ടു, ദിസ് വർക്ക്. ബി, അപ്പം നമുക്കറിയാം സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ ഒരു പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ബി എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ വരും, ബി. ദെൻ ഫിനിഷ്ഡ് V3. ഫിനിഷാണ് ഇവിടുത്തെ വെർബ്. അതിൻ്റെ V3 ഫോം നമ്മൾ ഉപയോഗിച്ചു, ഫിനിഷ്ഡ് ബൈ യു. ഓക്കെ, വേർ ഡസ് ഷീ കീപ് ദ ജുവൽസ്. ഇവിടെ ഡസ് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഏതാണ്. കീപ്പ് ഇവിടെ V1 ഫോമിലാണ്, ഡസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഷീ ആണ് സബ്ജക്റ്റ്. അപ്പോൾ എന്താ, ഇത് സിമ്പിൾ
പ്രസൻ്റ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിച്ചു. എന്ത് ഈ ക്വസ്റ്റ്യൻ വേർഡ് അങ്ങനെ തന്നെ ഉപയോഗിച്ചു. വേർ ഷീ കീപ്സ് ദ ജുവൽസ് എന്നുള്ളതായിരിക്കുമല്ലോ ഒരു സാധാ സെൻറ്റൻസ് ആയിട്ട് വരണമെങ്കിൽ ഷീ കീപ്സ് ദ ജുവൽസ് എന്നായിരിക്കും. അപ്പോൾ ഇവിടെ ഡസിന് പകരമായിട്ട് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ അതിൻ്റെ പാസീവ് വോയിസിലേക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആക്സിലറി വെർബ് എന്ന് പറയുന്നത് ഈസ് ഓർ ആം ഓർ ആർ ആണ്. ഇതിനകത്ത് ഏത് ഉപയോഗിക്കണം നമ്മൾ എങ്ങനെ കണ്ടെത്തും? ദ ജുവൽസ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് അല്ലേ? എ വിയിൽ കിടക്കുന്ന ഈ സെൻറ്റൻസിൻ്റെ ഒബ്ജക്റ്റ് എന്താണ്? ദ ജുവൽസ് എന്നാണ്. അതെന്താണ്? അതൊരു പ്ലൂരൽ നൗൺ ആണ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ ആർ ഉപയോഗിച്ചു. വേർ ആർ ദ ജുവൽസ്. കീപ്പിൻ്റെ V3 ഫോം ഏതാണ്? കെപ്റ്റ് ബൈ ഷീ എന്നുള്ളത് എന്തായി മാറും? ഹെർ എന്നായി മാറും. ഓക്കെ, ഇത് ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ ഈ ഒരു സെൻറ്റൻസിലെ ക്വസ്റ്റ്യൻ വേർഡ് അങ്ങനെ തന്നെ ഇതിന് ശേഷം ബാക്കിയുള്ളത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നുള്ളൊരു ഫോമിലേക്ക് ആക്കുക. അപ്പോൾ അത് ഏത് ടെൻസിലാണെന്ന് നോക്കുക. അതിന് നേരെ തന്നിരിക്കുന്ന വോയിസിൽ നിന്ന് നേരെ അങ്ങോട്ട് ഇപ്പോൾ ആക്റ്റീവ് വോയിസിൽ തന്നിട്ടുണ്ടെങ്കിൽ പാസീവ് വോയിസിലേക്ക്, പാസീവ് വോയിസിൽ തന്നിട്ടുണ്ടെങ്കിൽ ആക്റ്റീവ് വോയിസിലേക്ക് അങ്ങ് മാറ്റാം. ഓക്കെ, അടുത്തത് നോക്കാം. വൈ ഷുഡ് യു സസ്പെക്റ്റ് മീ. വൈ ഷുഡ് യു സസ്പെക്റ്റ് മീ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് അങ്ങനെ തന്നെ എടുത്തു. വൈ ഷുഡ് യു സസ്പെക്റ്റ് മീ എന്ന് പറയുന്നതിൽ സസ്പെക്റ്റ് ആണ് വെർബ്. അപ്പോൾ മീ എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാമെന്ന് ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ എടുക്കുക. വൈ ഷുഡ് ഐ ബി സസ്പെക്റ്റഡ് ബൈ യു. ഇതൊരു ഇച്ചിരി കൺഫ്യൂഷൻ തരുന്ന ഒരു സംഭവമാണ് കേട്ടോ. പക്ഷെ നിങ്ങൾ പഠിച്ചിരിക്കുക. വൈ ഷുഡ്, ഈ മീ എന്നുള്ളത് പല സ്ഥലത്തും ഐ എന്നാവും. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. വൈ ഷുഡ് ഐ ബി സസ്പെക്റ്റഡ് ബൈ യു. ഹൂം ഡിഡ് യു കോൾ. ഹൂം ഡിഡ് യു കോൾ ഇതേതാ നോക്കൂ? സിമ്പിൾ പാസ്റ്റിൽ കിടക്കുന്നതാണ്. സിമ്പിൾ പാസ്റ്റ്. കോള് ഡിഡ് ഒക്കെ ഉണ്ട്. കോളിൻ്റെ V1 ഫോമാണ്. കാരണം എന്താ? കോൾഡ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്ത് ഡിഡ് പ്ലസ് കോൾ എന്നൊക്കെയാണ് ആക്കിയേക്കണത്. അതിൻ്റെ ഇടയിൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട്? സബ്ജക്റ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഹൂം എന്നുള്ളത് എന്തായി മാറും? ഹൂ ആയി മാറും. ഹൂ ഡിഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റിൻ്റെ ഫോമിൽ വരുന്നത് ഒരു ഓക്സിലറി വെർബ് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ വാസ് ഓർ വേറാണ് ഉപയോഗിക്കുക. ഇവിടെ ഹൂ വാസ് നോക്കൂ. ഇവിടെ ഹൂം ഡിഡ് യു കോൾ എന്ന് പറയുന്നതിൽ ഒരു പ്രത്യേകിച്ചൊരു ഒബ്ജക്റ്റ് നമുക്ക് കാണുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഹൂ വാസ് കോൾഡ് ഇതിൻ്റെ V3 ഫോം ഉപയോഗിച്ചു ബൈ യു എന്നാക്കി എഴുതും. അവിടെ ഒബ്ജക്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. നമ്മൾ അതിനനുസരിച്ച് അങ്ങ് മാറ്റാം. ക്യാൻ വി റൈറ്റ് ദ നോട്ട്സ്. ക്യാൻ അങ്ങനെ തന്നെ എടുത്തു. ക്യാൻ വി റൈറ്റ് ദ നോട്ട്സ്. ക്യാൻ ദ നോട്ട്സ്. ക്യാൻ ദ നോട്ട്സ് ആണ് ഇവിടുത്തെ ഇത്. ബി റിട്ടൺ ബൈ അസ്. ക്യാൻ വി റൈറ്റ് ദ നോട്ട്സ് എന്നുള്ളത് എങ്ങനെയായി? ക്യാൻ ദ നോട്ട്സ് ബി റിട്ടൺ V3 ഫോം ബൈ അസ്. ഈ ക്യാൻ എന്നൊക്കെ പറയുമ്പോൾ വില്ലോർ ഈ മോഡൽ വെർബുകളാണ്. വില്ലോർ ഷാല് അതൊക്കെ. അപ്പോൾ അതിൻ്റെ രീതി അത് നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് ഒരു അടുത്ത വീഡിയോയിൽ പഠിക്കും കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് കുറച്ചും കൂടി ഇതുപോലെ കുറച്ച് സ്പെസിഫിക് കേസുകൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നോക്ക്. ഇമ്പരറ്റീവ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് വരുമ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ നേരെ എന്തെടുക്കുക? അതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡ് എടുക്കുക. അതിനുശേഷം ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗത്തിന് നമ്മൾ ഒരു ക്വസ്റ്റ്യനാണല്ലോ തന്നേണേ, അതിൻ്റെ ക്വസ്റ്റ്യൻ മാർക്ക് അവസാനിക്കുന്നത് വരെ ഒരു സാധാ സെൻറ്റൻസ് പോലെ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നുള്ള ഫോമിലാക്കുക. അതിനുശേഷം എന്ത് ചെയ്താൽ അതിൻ്റെ നമ്മൾ അങ്ങനെ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡ് എടുത്തുള്ളൂ. അതിനുശേഷം അത് വോയിസ് മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത്, വോയിസ് മാറ്റുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഉണ്ടല്ലോ, അത് ആ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം കൊടുക്കുക. പിന്നെ ഒബ്ജക്റ്റ് എടുത്ത് ഫിറ്റ് ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക? ബൈ കൊടുത്ത് വെർബിൻ്റെ V3 ഫോം കൊടുക്കുക. പിന്നെ ബൈ ഇടുന്നു. അതിനുശേഷം സബ്ജക്റ്റ് ഇടുന്നു. ബൈ അസ്, ബൈ വി, ബൈ യു ഏതാന്ന് വെച്ചാൽ അതിടുക. ഓക്കെ, നോക്കൂ. ഇനി ഇമ്പരറ്റീവ് സെൻറ്റൻസ് എനിക്ക് തോന്നുന്നു ചെയ്യാൻ എളുപ്പമുള്ളതിൽ ഏറ്റവും എളുപ്പം, ഈ വോയിസ് മാറ്റുന്നതിൽ ഏറ്റവും എളുപ്പം ഏതാണ്? ഇമ്പരറ്റീവ് സെൻറ്റൻസ് കേട്ടോ. അതിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ് പ്ലസ് ബി പ്ലസ് V3. ഇത് എല്ലായിടത്തും അപ്ലിക്കബിൾ ആണ്. ക്ലോസ് ദി ഡോർ. ഈ ഇമ്പരറ്റീവ് സെൻറ്റൻസിൽ നമുക്കറിയാം എന്തുണ്ടാവില്ല? നമുക്കൊരു വിസിബിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് അവിടെ ഉണ്ടാവില്ല. യു ക്ലോസ് ദി ഡോർ എന്നാണ് ശരിക്കുള്ള സെൻറ്റൻസ്. പക്ഷെ നമ്മളിവിടെ ഒരു കമാൻഡ് അതല്ലാന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അവിടെ എന്തുണ്ടാവില്ല? സബ്ജക്റ്റ് അങ്ങനെ വിസിബിൾ ആയിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ബൈ ഉപയോഗിച്ച് ആ സബ്ജക്റ്റിനെ കൊണ്ടുവരേണ്ട ആവശ്യവും ഇല്ല. നോക്കൂ, ലെറ്റ് ആദ്യം ചേർക്കുന്നു.
എന്നിട്ടാ ഒബ്ജക്റ്റ് ഓഫ് എ വി ദ ഡോർ, ഡോറിനെയാണല്ലോ ക്ലോസ് ചെയ്യേണ്ടേ, അപ്പം ഡോറാണ് എന്തോ ഒബ്ജക്റ്റ്. അതിനുശേഷം നമ്മൾ ബി ഉപയോഗിച്ചു, വെർബിൻ്റെ V3 ഫോം വെച്ചു. വളരെ ഈസിയാണ്. ലെറ്റ് ദ ഡോർ ബി ക്ലോസ്ഡ്. ഇനി ഷട്ട് യുവർ മൗത്ത്. ലെറ്റ് യുവർ മൗത്ത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പോൾ യുവർ മൗത്ത് ബി ഷട്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇത് വളരെ ഈസിയാണ്. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്, ക്വസ്റ്റ്യനും ഇമ്പാരറ്റീവ് സെൻറ്റൻസുകളും. അപ്പം അത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. കൂടുതലായിട്ട് നിങ്ങൾ സ്വയം നമുക്കെല്ലാ കുറേ ഇതുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല, വെറുതെ വീഡിയോ ഇങ്ങനെ ലെങ്ത് ആയിപ്പോൾ. അപ്പോൾ നിങ്ങൾ കൂടുതൽ എക്സാമ്പിളുകൾ ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ പ്രാക്ടീസ് സെഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, നമ്മളത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിന് അല്ലെങ്കിൽ ഏതൊരു PSC എക്സാമിനും വോയിസിൽ നിന്നുള്ളൊരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാം. നമുക്കറിയാം ഇംഗ്ലീഷിൽ വരെ ഈ എന്താ പറയുക ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. വളരെ ചുമ്മാ നമ്മളെ തെറ്റിക്കാനും സമയം കളയാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പരിപാടി PSC ചെയ്യുന്നത്. നമുക്ക് കറക്റ്റ് ഉത്തരം അറിയാമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു മാർക്ക് നഷ്ടമാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ മാക്സിമം ഇത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് സെഷൻ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പം നമ്മളത് ചെയ്യുന്നത് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഫർദറായിട്ട് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോകൾക്കായിട്ടും നമ്മൾ PSCയിലുള്ള മറ്റ് വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ. അതിൻ്റെ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.